أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأقيموا الوزن بالقسط ولا تخسروا الميزان. വിളംബരം കുട്ടികളുടെ നാടകം ആരംഭിക്കുകയാണ്. ഒന്നര കിലോ മാങ്ങ 100, 1.5 കിലോ മാങ്ങ 100, 1.5 കിലോ ആപ്പിൾ 100, 1.5 കിലോ 200, 1.5 കിലോ ആപ്പിൾ 100. എന്താണ്ടാ മനാഫ വിളിക്കണേ? 1.5 കിലോ 200 വിൽക്കണ്ടിന്. 1.5 കിലോ ആപ്പിൾ 100. വായോ വായോ തീരാൻ പോന്നെ. 1.5 കിലോ വേഗം വരും. നല്ല പഴുത്ത മാങ്ങ 1.5 കിലോ മാങ്ങ 100. നല്ല പഴുത്ത മാങ്ങ 1.5 കിലോ മാങ്ങ 100. 1.5 കിലോ 100 മാങ്ങാപ്പയം. മാങ്ങാപ്പയത്തിന് എന്താ വില? 100 ഉറുപ്പ്യല്ലേ ഉള്ളു മോളെ, തീരാൻ പോണേ. 1.5 കിലോ മാങ്ങ വേണമായിരുന്നു. എല്ലാം നല്ല പൈത്തല്ലേ? അതെ, എല്ലാം നല്ല പൈത്ത. ഇപ്പൊ വന്നേ ഉള്ളൂ. 1.5 കിലോ എടുക്കട്ടെ? ആ എടുത്തോളി. ആ ഡി ഭാഗത്തു കുറെ ആയല്ലോ അന്നെ ഇങ്ങോട്ട് കണ്ടിട്ട്. എന്താപ്പോ അന്നെ ഇങ്ങോട്ട് ഒന്നും കാണാത്തെ? ഒന്നും പറയണ്ട ഇഷാ, പുയ്യാപ്പിള വന്നിക്കണ്. കുടിയിലെ പണി കഴിഞ്ഞിട്ട് വേണ്ടേ ഒന്നിറങ്ങാൻ. ഇജ്ജെന്താ വാങ്ങി? ഞാൻ 1.5 കിലോ മാങ്ങ വാങ്ങി. കുടിയിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഓർക്ക് കൊടുക്കാനാ. ഞാനും വാങ്ങി 1.5 കിലോ മാങ്ങ. ഇതോ 1.5 കിലോയോ? ഏയ്, ഇത് 1.5 കിലോ ഒന്നും ഉണ്ടോ? ഞാനും 1.5 കിലോ ആണല്ലോ വാങ്ങിയേ. ഇജ്ജ് എവിടെന്നാ വാങ്ങിയേ? ഞാൻ വടക്കേലെ മനാഫിന്റെ പീടികന്നാ വാങ്ങിയേ. എന്തോ തൂക്കം കുറവുണ്ടല്ലേ? ശരിയാ, വാ നമുക്ക് ചോദിക്കാം. ഓന്റെ സ്ഥിരം പണിയാ. വേണ്ടടി, അത് സാരമില്ല, പോട്ടെ. എനിക്ക് പേടിയാ. അങ്ങനെ ഓനെ വിട്ടാ കൊള്ളൂല. ആ പഹയൻ കുറെ പേരെ ഇങ്ങനെ പറ്റിക്കുന്നുണ്ട്. ഞാൻ പോട്ടെ, എനിക്ക് കുടിയിൽ തോനെ പണിയുണ്ട്. ശരി എന്നാ, അസ്സലാമു അലൈക്കും. ആ എന്നാ വാലൈക്കും അസ്സലാം. ഉപ്പ, എനിക്ക് കുറച്ച് ആപ്പിൾ വേണം. അതിനെന്താ, വാങ്ങിത്തരാലോ. 1.5 കിലോ ആപ്പിൾ എടുക്കൂ. അതിനെന്താ, ഇപ്പൊ എടുക്കാലോ. എന്നാ മോനെ. ഉപ്പ എടുത്തോ. എത്ര റുപ്യായി? 100 റുപ്യല്ലേ ഉള്ളൂ. ഗൂഗിൾ പേ ചെയ്യാം. ഇടയ്ക്കൊക്കെ ഇടന്ന് വാങ്ങണേ, ഇവിടെ നല്ല വിലക്കുറവാ. ഇപ്പ 1.5 കിലോ ആപ്പിൾ അല്ലേ ചോദിച്ചത്? എന്നിട്ടിപ്പ 3/4 കിലോ അല്ലേ കൊടുത്തുള്ളൂ? ഡാ മോനെ, ബിസിനസ് ആകുമ്പോൾ കുറച്ച് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യണം, എന്നാലേ നമുക്ക് ലാഭം കിട്ടൂ. കച്ചവടം മെച്ചപ്പെടണമെങ്കിൽ കുറച്ച് ഇങ്ങനത്തെ ബിസിനസ് ട്രിക്കൊക്കെ പ്രയോഗിക്കണം. പഠിച്ചു വെച്ചോ. നിനക്ക് ഐഫോണൊക്കെ വാങ്ങിക്കേണ്ടതല്ലേ? ആ, ഇപ്പായി. ഇപ്പാടെ കച്ചവടമായി. എന്താ അച്ഛ കാണിച്ചോ? അല്ലാ, ജാഫർ ഉസ്താദ് വണ്ടിക്കോ? അസ്സലാമലൈക്കും മനാഫേ. എന്താ ഓൻ ഓടിയത്? വാലൈക്കും അസ്സലാം. അറിയില്ല. ഞാൻ വന്ന കാര്യം പറയാം. കുറച്ചായാലും എന്നെ പള്ളിക്ക് കണ്ടിട്ട്. അതുപോലെ തന്നെ കച്ചവടത്തിൽ കള്ളത്തരം കാണിക്കുന്നു എന്ന് പരാതിയും കിട്ടിയിട്ടുണ്ട്. എന്താ എന്റെ പ്രശ്നം? കച്ചവടത്തിന്റെ തിരക്കില് അളവിലും തൂക്കത്തിലും കുറച്ച് വ്യത്യാസമൊക്കെ വന്നിരിക്കും. പിന്നെ ജമാഅത്തിന്റെ കാര്യം, ആ സമയത്ത് ഇവിടെ നല്ല കച്ചവടമുള്ള നേരമാണ്. ആ സമയത്ത് പള്ളി വന്നാ കച്ചവടം പോവും. കച്ചവടത്തിൽ ബർക്കത്ത് തരുന്ന അള്ളാഹു അല്ലേ മനാഫേ? നിസ്കാരം കൃത്യമായി പാലിച്ചാലേ ബർക്കത്തുണ്ടാവുള്ളൂ. എന്റെ പുന്നാര ഉസ്താദെ, നിങ്ങൾ ഇടങ്ങേറാക്കല്ലേ. പടച്ചോൻ എനിക്ക് ബർക്കത്തൊക്കെ തന്നോളൂ, അത് ഉസ്താദ് നോക്കണ്ട. എന്റെ കച്ചവടം പോയാ ഉസ്താദ് എനിക്ക് ചെലവിന് തരൂല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ കാര്യം നോക്കിക്കൊള്ളാം. മനാഫേ, എന്റെ അഹന്ത എന്നെ തന്നെ നശിപ്പിക്കാതിരിക്കട്ടെ. നമ്മള് പോന്നു. ഓനേടെ അപ്പോ ഡാ
ഉപ്പ 3 മാസമായി സ്കൂൾ ഫീസ് അടച്ചിട്ട്. എല്ലാം കൂടി 4000 റുപ്യ അടയ്ക്കാനുണ്ട്. നാളെ തന്നെ അടയ്ക്കണമെന്നാണ് സാറ് പറഞ്ഞത്. ഉപ്പ നാളെ സ്കൂളിൽ നിന്ന് ഗോവയ്ക്ക് ടൂർ പോവാ. ചിലവെല്ലാം കൂടി 5000 റുപ്യ വേണം. ഉപ്പാൻ്റെ അടുത്ത് ഉണ്ടാവോ? മോനെ ഫാസിലെ, അനക്ക് ടൂറ് പോണോന്ന് അത്ര ആഗ്രഹമുണ്ടോ? ഇച്ചേറിയ പൂതിയുണ്ട്. നമ്മക്കിപ്പം സെയ്ദിന്റെ പഠിത്തമല്ലേ പ്രധാനം. ഓന്റെ സ്കൂൾ ഫീസ് കെട്ടണം. ശരി ഉപ്പ, കുഴപ്പമില്ല. ഓൻ്റെ ഫീസ് അടച്ചോ? മിടുക്കൻ. ഇൻഷാ അല്ലാ ഒരു ദിവസം നമുക്ക് പെരേന്ന് എല്ലാവർക്കും കൂടി ടൂർ പോവാം. അൽഹംദുലില്ലാ, ഇത്രയും നല്ല മക്കളെ ഞമ്മക്ക് തന്നല്ലോ. എന്നാ എൻ്റെ മക്കൾ പോയി ഉറങ്ങിക്കോ. ഉപ്പാക്ക് കുറച്ച് കണക്ക് നോക്കാനുണ്ട്. ഉപ്പാ, എൻ്റെ സ്കൂളിൽ നിന്ന് ഗോവക്ക് ടൂർ പോവാ. ഇച്ചും പോണം. പടച്ചോനെ, ടൂറിന് എത്ര റുപ്യാവും? ചിലവെല്ലാം കൂടി ഒരു 10000 റുപ്യ ആവും. ആ ഉപ്പ, 10000 റുപ്യൊക്കെ കൊടുക്കുന്നത് കൊള്ളാം. എനിക്ക് ഈ ആഴ്ച ഐഫോൺ വേണം. ഓ, അനക്ക് ഐഫോൺ 14 അല്ലേ വേണ്ടേ? ശരിയാക്കാം. അയ്യടാ, 14ഓ? എനിക്ക് 17 തന്നെ വേണം. എന്തായാലും നാളെ ടൂർ പോകണം. എന്തായാലും ഐഫോണും വേണം. ആ, ശരിയാക്കാം. രണ്ടാള് സബൂറാക്ക്. എന്നാ അനക്ക് ഇതൊന്ന് നേരത്തെ പറഞ്ഞുകൂടങ്ങായി. എന്നാലേ കുറച്ചുകൂടി കച്ചവടം ഒപ്പിക്കാൻ പറ്റുള്ളൂ. തക്കാലം നിങ്ങളിപ്പോൾ പോയി കിടക്ക്. കായ് ശരിയാക്കി തരാം. അസ്സലാമു അലൈക്കും മനാഫെ. അസമയത്ത് വന്നതിൽ ക്ഷമിക്കണം. വാലൈക്കും അസ്സലാം. എന്താ ഇപ്പൊ ഉസ്താദേ? നമ്മൾ വന്ന കാര്യം പറയാം. ഉമ്മൻ്റെ നാട്ടുകാരനായ ഷുക്കൂർ വലിയ ഇടങ്ങേറില്ല. ഓന് വലിയ രോഗമായിട്ട് കഷ്ടത്തിലാണ്. അതുകൊണ്ട് അനക്ക് കഴിയുന്ന വിധം എന്തേലും സഹായം നൽകണം. ഈ മാസം കുറച്ച് കച്ചവടം മോശമാണ്. പിന്നെ ഇതാ മക്കൾക്ക് കുറച്ച് കായിൻ്റെ അത്യാവശ്യമുണ്ട്. ഇപ്പം എന്തായാലും നമ്മൾ നല്ല ടൈറ്റിലാണ്. മനാവേ, എൻ്റെ മക്കൾക്ക് പിന്നെ ആയാലും പൈസ കൊടുക്കാമല്ലോ. അള്ളാഹു നമുക്ക് തന്ന സമ്പത്തിൻ്റെ കുറച്ച് ശതമാനം പാവപ്പെട്ടവർക്ക് കൂടി ഉള്ളതല്ലേ. ഉസ്താദ് പണ്ടെന്നെ പഠിപ്പിച്ചെന്ന് കരുതി ഇപ്പോഴും പഠിപ്പിക്കാൻ വരികയാണോ? ആരെ സഹായിക്കണം സഹായിക്കണ്ട എന്നൊക്കെ എനിക്കറിയാം. ഉസ്താദ് നിന്ന് സമയം കളയാതെ പോയിക്കോളി. മക്കളെ, ആരാ അത്? വല്ലതും കഴിച്ചിട്ട് 3 ദിവസമായി. എന്തേലും തന്ന് സഹായിക്കണം. പൈച്ചിട്ട് വയ്യ. അല്ലാ, ശരി, നിങ്ങൾ കയറി കുത്തിയിരിക്കും. ഐഷു, ഇജ്ജെന്തേലും കഴിക്കാനെടുക്കേ. അള്ളാ, ഇനി കഴിക്കാൻ ഇങ്ങക്ക് കൂടെ ഉള്ളതേ ഉള്ളൂ. എന്താപ്പ ചെയ്യാ? സാരല്ല ഐഷു, നീ അതിങ്ങ് എടുക്കീൻ. ഇന്നാ നിങ്ങളത് കഴിച്ചോളീൻ. കുറച്ച് കായുണ്ട്, ഇതും കൂടെ എടുത്തോ. ജസാക്കല്ലാ, അല്ലാ മോന് ബറക്കത്ത് ചെയ്യട്ടെ. ഉപ്പാ, നിങ്ങൾ ഓർക്കെന്തിനാ 1000 റുപ്യ കൊടുത്ത? വില 100 റുപ്യയും കൊടുത്താൽ പോരെ? മക്കളെ, നമ്മളെക്കാളും ഓരാണ് ആ പൈസയ്ക്ക് അർഹൻ. നമുക്ക് കഴിക്കാനെങ്കിലും ഉണ്ട്. ഓൻ കഴിച്ചിട്ട് 3 ദിവസമായി എന്നാ പറയണേ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ സമ്പത്തിൽ ബർക്കത്തുണ്ടാവാൻ സദക്ക ചെയ്യണമെന്ന്? എൻ്റെ മക്കളും ഭാവിയിൽ സദക്കയിൽ മുൻപന്തിയിൽ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. മോനെ ഫാസിലെ, അനക്ക് നാളെ സ്കൂളില്ലല്ലോ. ഇല്ലുപ്പാ. എന്നാ മോൻ നാളെ രാവിലെ ഉപ്പാൻ്റെ കൂടെ പീടിയിലേക്ക് വാ. ശരി ഉപ്പാ.
മുട്ടായി ഏടാർന്ന് എന്നെ കുറച്ച് ദിവസമായല്ല കണ്ടിട്ട്. എത്താ വർത്താനം? ഞാൻ ഈടെ തന്നെ ഉണ്ടായിന്. എന്നോട് സാധനം വലുത് ഇരിപ്പുണ്ടോ? അതൊന്നും കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. അനക്ക് എവിടുന്ന ഇത്രയും കായ് കിട്ടുന്ന? എൻ്റെ ഉപ്പ റിച്ചല്ലേ. ഓ പൊളി. നമുക്കൊന്ന് റൗണ്ട് അടിക്കാം. ഇജ്ജ് വാ. അസ്സലാമു അലൈക്കും അമീറ. നീ എവിടെ പോന്ന? ആ വാലേക്കും അസ്സലാം. ഒന്നുമില്ല, വെറുതെ ആഡംബര. ഇജ്ജ് ടൂറ് പോകുന്നുണ്ടോ? എൻ്റെ കാക്കൊക്കെ പോകുന്നുണ്ടല്ലോ. ഇല്ലടാ, നമ്മള് പെരക്കാരോടെ പോവും. അല്ലേലും അറിയാം ഓനൊന്നും ടൂറ് പോവൂലെന്ന്. അതന്നെ. എടാ, ഇഷാക്ക് സമയമായി, നമുക്ക് പള്ളിക്ക് പോവാ. ഓൻ്റെ അടുത്ത് വണ്ടിയുണ്ട്, നമ്മൾ ടൗണിലെ പള്ളിയിലേക്ക് പോവാ. ശരി എന്നാ, ഞാൻ പോവാ. ഓനൊന്നും ടൂറ് വരൂലെന്ന് വെച്ച അപ്പോഴേ നിശ്ചയുണ്ട്. ഓനൊക്കെ ഭയങ്കര അർക്കീസാ. ആ തന്നെ, ഓനും പിശുക്കനാ, ഓൻ്റെ വാപ്പായും പിശുക്കനാ. ഓൻ ഭയങ്കര സൂഫിയാ. നമുക്കൊരു റൗണ്ട് അടിച്ചിട്ട് വരാം, ബാ. ആ വാ. ആരാടാ കൂത്തിരിക്കണ? മോനെ അമീറേ, ഇജ്ജ് കള്ളു കുടിച്ച? കള്ളു കുടിച്ചോ ഹറാമാന്ന് എനക്കറിയില്ല. ഹംക ഇങ്ങളിങ്ങടെ കച്ചവടത്തി അറാമ് കാണിക്കുന്നുണ്ടല്ലോ. ഇങ്ങളിങ്ങടെ പണി നോക്കുപ്പോ. കള്ള ഹംകെ തർക്കുത്തരം പറയുന്നു. ആരാടാ ഹിമാറെ എന്നെ തച്ചത്? ഈടെന്താ ഒച്ച വിളിയെല്ലാം കേട്ടത്? ഡാ, കട്ടിമേ കയറി കിടന്നോടെ. ഉപ്പാക്ക് എന്താ പറ്റിയേ? തലവേദന ആണോ? പിന്നെ ഉപ്പ ടൂറ് പോവാനുള്ള കായ് സെറ്റാക്കി തന്നിക്കില്ല. ഇറങ്ങി പോടാ ഹിമാറെ എന്റെ പെരേന്ന്, മാൻസനെ വെറുപ്പിക്കാതെ. അല്ലേ അറിയാ ഇപ്പൊ പറ്റിക്കോന്ന്. അല്ലാ, എന്റെ മക്കള് ബെടക്കായി പോയേ. എന്റെ മക്കളെ ഞാൻ എങ്ങനെ നന്നാക്കും? ഇത്രേ ദുഷിച്ചു പോയെന്റെ റബ്ബേ. ഞാൻ ചെയ്തതിന്റെ ഫലമാണിത്. റബ്ബേ, നീ എന്നോട് പൊറുക്കടേ പടച്ചോനെ. അങ്ങനെ മാസങ്ങളും ദിവസങ്ങളും കടന്നുപോയി. മറ്റൊരു ദിവസം മാനെ ഫാസിലെ, മാങ്ങ എത്ര ലോഡ് കയറിക്കണേ? 10 ലോഡ് കയറിപ്പാ. മുന്തിരിയോ? 6 ലോഡ് കയറിപ്പാ. അൽഹംദുലില്ലാ, ഈ മാസം പെരുത്ത് കച്ചവടമുണ്ട്. എന്തായാലും ഞമ്മൻ്റെ ലാഭത്തിൽ നിന്ന് ഒരു 10,000 ഉറുപ്യ ഷുക്കൂറിൻ്റെ പെരയിലെത്തിക്കണം. ഫാസിലെ, നീ ഒരു 10,000 മാറ്റി വെച്ചേ. ശരി ഉപ്പാ. 6. അല്ല മോനെ, ഇത് നമ്മൻ്റെ അല്ല. മോനെ വിട്ടേക്ക്, ആടെ പോയി കുത്തിരിക്ക്. സോറി, ബുദ്ധിമുട്ടായില്ലല്ലോ? അത് സാരില്ല. ഇപ്പാ, അതിൻ്റെ ഒപ്പം പഠിച്ച അമീറല്ലേ? ഓൻ കുറേയായി ഇങ്ങനെ ആയിട്ട്. എനിക്കെൻ്റെ മക്കളെ നല്ല പോലെ വളർത്താൻ കഴിഞ്ഞില്ല. കായുണ്ടാക്കാനുള്ള ആർത്തി കാരണം കച്ചവടത്തിൽ ഒത്തിരി പേരെ ഞാൻ പറ്റിച്ചു. ഒരുപാട് പേർക്ക് അളവ് തൂക്കത്തിൽ വ്യത്യാസം വരുത്തി. അങ്ങനെ ഉണ്ടാക്കുന്ന കായ് ആപത്താണെന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു. പക്ഷേ ഞാനത് ചെവിക്കൊണ്ടില്ല. കായുണ്ടാക്കി ജീവിതം ആസ്വദിക്കണമെന്ന് കരുതിയപ്പോൾ അള്ളാഹ് എന്നെ ആ ജീവിതം കൊണ്ട് തന്നെ പരീക്ഷിച്ചു. അനക്കെൻ്റെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ കഴിഞ്ഞല്ലോ. സഫീറെ, താൻ എത്ര ഭാഗ്യവാനാണ്. മനാഫേ, അള്ളാഹ് എല്ലാവരുടെയും പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ഈ ജല്ലാനോട് മനസ്സിരുത്തി ദുആ ചെയ്യ്, പടച്ചോൻ സ്വീകരിക്കും. എൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തും തരും. ഇൻഷാ അല്ലാഹ് നമ്മളും ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. വൈരുല്ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ഓരോരുത്തർക്കും നാശം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു,
അളവിലും തൂക്കത്തിലും വ്യത്യാസം കാണിക്കുന്ന ഒരു ജനതയുടെ മേൽ അള്ളാഹു ശിക്ഷ ഇറക്കുക തന്നെ ചെയ്യും. പണ്ടുകാലത്തെ സ്ത്രീകൾ ജീവിതമാർഗം തേടിപ്പോകുന്ന പുരുഷന്മാരോട് പറയുമായിരുന്നു, നിങ്ങൾ നേരായ മാർഗത്തിൽ സമ്പാദിച്ചത് മാത്രം ഞങ്ങൾക്ക് കൊണ്ടുവരിക. നിഷിദ്ധമായ മാർഗത്തിൽ സമ്പാദിച്ചത് തിന്നു വിശപ്പ് മാറ്റുന്നതിനേക്കാളും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് പട്ടിണി കിടക്കുന്നതാണ്. നിങ്ങൾ വിധിക്കപ്പെടുന്നതിനു മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. നാടകം ഇവിടെ പൂർണ്ണമാകുന്നു.